KBS House പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഒരാളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും നേരെ മറിച്ച് അയാളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കാനും ഒരേപോലെ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. അധ്യാപകൻ എന്നൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ എന്തായാലും നമ്മുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ നമുക്ക് ഓർമ്മ വരും. ഈ അധ്യാപകർക്കിടയിൽ നമുക്ക് നല്ല അഭിപ്രായമുള്ള അധ്യാപകരുണ്ടാകും, ചീത്ത അഭിപ്രായമുള്ള അധ്യാപകരും ഉണ്ടാകാം. അതെന്തോ ആവട്ടെ, പക്ഷേ അധ്യാപകർ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. അവരുടെ മനോഭാവത്തിനനുസരിച്ചും അവരുടെ ടീച്ചിങ് മെത്തേഡിനനുസരിച്ചും അവരെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് എളുപ്പം. ഒന്നാമത്തെ ടൈപ്പ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രെയിനിങ് തരുന്ന ടീച്ചേഴ്സാണ്. ബേസിക്കലി അവർ നമുക്ക് ട്രെയിനിങ് ആണ് തരിക. എന്താണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കൊരു കാര്യത്തിൻ്റെ തിയററ്റിക്കലായ കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞു തരുന്നു, അതിൻ്റെ പ്രാക്ടിക്കൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നു. അങ്ങനെ നമുക്കൊരു കാര്യത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുകയും അതിനെ ബേസ് ചെയ്തുള്ള തിയറി ഫോക്കസ്ഡായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നവരാണ് ട്രെയിനർമാരായിട്ടുള്ള അധ്യാപകർ. നമ്മൾ പൊതുവേ സ്കൂളിലെല്ലാം ഒരു ട്രെയിനിങ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അധ്യാപകൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ് അത് മാത്രമാണ് കുട്ടികളിലേക്ക് ഉണ്ടാവുക. അഥവാ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ട്രെയിനിങ്ങിൽ കുറവാണ്. ട്രെയിനിങ് അവർ പഠിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്താൽ മതി. എന്നാൽ രണ്ടാമതൊരു വിഭാഗം അധ്യാപകരുണ്ട്. അവർ നമ്മൾ കോച്ച് എന്നാണ് പറയുക. നമ്മൾ പ്രധാനമായിട്ട് കോച്ച് എന്ന വാക്ക് ഉപയോഗിക്കുക സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളാണ്. എന്താണ് സ്പോർട്സിലൊക്കെ പ്രത്യേകതയുള്ളത്? വിദ്യാർത്ഥിയാണ് പഠിക്കുന്നത്, വിദ്യാർത്ഥിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, വിദ്യാർത്ഥിയാണ് പരിശീലനം എടുക്കുന്നത്. ആ പരിശീലനം നിരീക്ഷിച്ച ശേഷം അവിടെ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാം എന്നാണ് ഒരു കോച്ച് ചിന്തിക്കുക. കോച്ച് ഡയറക്റ്റ്ലി ട്രെയിൻ ചെയ്യുകയല്ല ചെയ്യുക, നേരെ മറിച്ച് നമ്മളെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ആ പ്രവർത്തനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്ന രീതിയിലൊരു അപ്രോച്ച് കൊണ്ടുവരികയാണ് ഒരു കോച്ചിൻ്റെ രീതി എന്ന് പറയുന്നത്. മൂന്നാമതൊരു തരം അധ്യാപകരുണ്ട്. മൂന്നാമത്തെ ഗ്രൂപ്പ് അധ്യാപകരുടെ പ്രത്യേകത അവർ മെൻറ്റേഴ്സ് ആണ് എന്നുള്ളതാണ്. എന്താണ് മെൻറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് മുമ്പേ നമ്മൾ സഞ്ചരിച്ച വഴിയിലൂടെ പോയ ആളുകളാണ് മെൻറ്റേഴ്സ്, അഥവാ നമുക്ക് വഴികാട്ടികൾ എന്നൊക്കെ പറയാം. നമുക്ക് ജീവിതത്തിൽ ഒരു ദിശാബോധം തരാൻ ഇവർക്ക് സാധിക്കും. മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ജീവിത പാഠങ്ങളായിരിക്കും എന്നുള്ളതാണ്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല നമുക്ക് ആ നോളജ് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുമെന്നുള്ളതാണ് മെൻറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മികച്ച മെൻറ്റർ എപ്പോഴും നമുക്ക് പ്രധാനമായി അഥവാ തന്ത്രപ്രധാനമായി സ്ട്രാറ്റജിക്കായിട്ടും പ്രാക്ടിക്കലായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്, അഥവാ ആ സാഹചര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം എന്ന വിഷൻ നമുക്ക് തരികയാണ് ചെയ്യുക. ഇനി നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമല്ല കേട്ടോ, അധ്യാപകരെക്കുറിച്ചും അധ്യാപനത്തെക്കുറിച്ചും വളരെ നല്ലൊരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി സമർത്ഥനാണ് എങ്കിൽ ചുറ്റും കാണുന്നത് എന്തും ഒരു അധ്യാപകനാണ് എന്ന്. അതായത് നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യർ, നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതി, നമുക്ക് ചുറ്റും കാണുന്ന ആളുകൾ, അവരുടെ അനുഭവങ്ങൾ, അങ്ങനെ എല്ലാത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പാഠങ്ങളുണ്ട്. നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കണം എന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ വേറൊരു ആവശ്യകത എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ്റെ ടീച്ചിങ് സ്റ്റൈലും ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റഡിയിങ് സ്റ്റൈലും തമ്മിൽ മാച്ചായി പോകുമ്പോഴേ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വിചാരിച്ച റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറ്റിയ രീതിയിൽ വേണം ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ. അതുകൊണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ്. പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.